അല്ല, യു ഡി എഫിന് അർഹമായ പ്രാതിനിധ്യം എറണാകുളം ജില്ലയിൽ നിന്ന് മന്ത്രിസഭയിലുണ്ടാകും. യു ഡി എഫിൻ്റെ മന്ത്രിമാരുണ്ടാകും. അർഹമായ പ്രാതിനിധ്യമായിരിക്കും യു ഡി എഫിന് എറണാകുളം ജില്ലയിൽ നിന്നുണ്ടാകുക. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മന്ത്രിമാരുണ്ടാകും. അല്ല, നിരവധിയായിട്ടുള്ള ഈ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയാവുന്ന യോഗ്യരായ നിരവധി ആളുകൾ ജനപ്രതിനിധികളായി ജയിച്ചു വന്നിട്ടുണ്ട്. സ്വാഭാവികമായും അതിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് പ്രവർത്തിക്കാൻ കഴിയാവുന്ന ആളുകളെ തീർച്ചയായും തിരഞ്ഞെടുക്കും. പാർട്ടിയും നേതാക്കളും ചേർന്ന് തിരഞ്ഞെടുക്കും. ഏറ്റവും നല്ല മികച്ച രീതിയിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം അതിന് മുൻപ് ഈ തുടർഭരണത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലും ജില്ലയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. എറണാകുളം ജില്ലയ്ക്ക് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള നേട്ടങ്ങളും കഴിഞ്ഞ 10 വർഷക്കാലത്തുണ്ടായില്ല. അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളിലും അതുപോലെ പുതിയ പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും പിണറായി സർക്കാരിൻ്റെ 10 വർഷക്കാലം എറണാകുളം ജില്ലയോട് ഒരു ചിറ്റമ്മ നയമാണ് സ്വീകരിച്ചിരുന്നത്. പ്രത്യേകിച്ചും യു ഡി എഫിന് കൂടുതൽ സ്വീകാര്യതയുള്ള യു ഡി എഫിൻ്റെ ജനപ്രതിനിധികളുണ്ടായിരുന്ന ഒരു ജില്ല എന്നുള്ള രീതിയിൽ എറണാകുളം ജില്ലയോട് അത്തരത്തിലുള്ള ഒരു അവഗണനയാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എല്ലാ കാലത്തും യു ഡി എഫിൻ്റെ ഭരണസമയത്താണ് എറണാകുളം ജില്ലയ്ക്ക് കാര്യമായ സംഭാവനകൾ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഉണ്ടായിട്ടുള്ളത്. അത് തീർച്ചയായും ഈ വരുന്ന 5 വർഷക്കാലം പ്രത്യേകിച്ചും ജില്ലയിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ടും നമ്മുടെ ജില്ലയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളിലെ പോരായ്മകൾ ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു മുഖ്യമന്ത്രിയായി ഉള്ളതുകൊണ്ടും അതുപോലെ ജില്ലയിൽ നിന്നുള്ള യു ഡി എഫിൻ്റെ മന്ത്രിമാരുണ്ടാകുന്നതുകൊണ്ടും പൊതുവിൽ എറണാകുളം പോലെയുള്ളൊരു ജില്ലയിൽ നിന്ന് റവന്യൂ വരുമാനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു ജില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് ഏറ്റവും ഫാസ്റ്റായി നടക്കേണ്ട ഒരു ജില്ല എന്നുള്ള രീതിയിലും ജില്ലയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളിലും മറ്റു കാര്യങ്ങളിലും പുതിയ പദ്ധതികളുടെ കാര്യങ്ങളിലാണെങ്കിലും കുറേ കൂടി നല്ല ഒരു സംഭാവന ഈ സർക്കാരിൽ നിന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇപ്പോൾ കിഴക്കൻ മേഖലകളിലേക്ക് പോയാൽ വന്യജീവി ശല്യം മൂലം കർഷകരും അതുപോലെ തന്നെ ആ പ്രദേശത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും അനുഭവിക്കുന്ന വലിയ പ്രയാസങ്ങളുണ്ട്. അതുപോലെ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്. കടൽഭിത്തി ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ജില്ലയിലെ റോഡുകളുടെ ബൈപ്പാസുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാനുണ്ട്. ഇപ്പം മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇൻഫോ പാർക്ക് വരെയുള്ളത് ഇഴഞ്ഞു നീങ്ങുകയാണ്. അത് ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ തുടങ്ങി അതിൻ്റെ അനുമതികൾ ലഭിച്ചിട്ട് പോലും ഈ 10 വർഷക്കാലം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യാൻ ഈ സർക്കാരിന് കഴിയുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അക്കാര്യങ്ങളിലെല്ലാം വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ഈ വരുന്ന 5 വർഷക്കാലം ഈ ജില്ലയിൽ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മന്ത്രിമാരായ ജില്ലയിൽ നിന്നൊരാളുടെയും പേര് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉള്ള ഒരു ജില്ല കൂടിയാണ്. സ്വാഭാവികമായും എല്ലാ നേതാക്കന്മാരുമായും അത്ര അടുപ്പവും ബന്ധവും ഒക്കെ ഉള്ള ആളുകളാണ് എല്ലാവരും മുഖ്യമന്ത്രിയുമായി. സ്വാഭാവികമായും അത്തരത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാവുന്ന ആളുകൾ മന്ത്രിമാരായി യു ഡി എഫിലും അതുപോലെ തന്നെ കോൺഗ്രസിനകത്തും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ല, ഈ പിണറായി ഭരണത്തിന് കീഴിൽ പ്രത്യേകിച്ചും ഈ തുടർ ഭരണത്തിന് കീഴിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ നടത്തിയത് ഞാനും നിങ്ങളും കണ്ടവരാണ്. മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കിടെ നടത്തിയ പ്രതിഷേധങ്ങൾ, കരിങ്കൊടി പ്രതിഷേധങ്ങൾ സമാധാനപരമായി നടത്തിയവർക്കെതിരായ അതിക്രൂരമായിട്ടുള്ള അക്രമങ്ങൾ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന്, ഗുണ്ടകളുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയൊക്കെ അതിനോടൊപ്പമായിരുന്നു കേരളത്തിലെ പോലീസ്. അതുമാത്രമല്ല, സമരം ചെയ്യുന്ന ആളുകൾക്കെതിരായി ജനകീയ വിഷയങ്ങളിൽ സമരം ചെയ്യുന്ന പ്രതിപക്ഷത്തിൻ്റെ യുവജന വിദ്യാർത്ഥി പ്രവർത്തകർക്കെതിരായിട്ടൊക്കെ അതിക്രൂരമായിട്ടുള്ള അക്രമങ്ങളും കള്ളക്കേസുകളൊക്കെ എടുത്ത ആളുകളുണ്ട്.
അത് ഒരു തരത്തിലും പോലീസ് സേനയ്ക്ക് ഗുണകരമായിട്ടുള്ള ഒന്നായിരുന്നില്ല. കേരളത്തിൽ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിലാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർ CPMൻ്റെ പാദസേവകരായി മാറിയിട്ടുള്ളത്. അത് തീർച്ചയായും പുനഃപരിശോധിക്കേണ്ട ഒന്നാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ, നാട്ടിൽ നീതി സമാധാനം പുലർത്തേണ്ടവർ, അവരുടെയൊക്കെ ഉത്തരവാദിത്വം അവരൊരു പാർട്ടിയുടെ ചട്ടുകമായി മാറുക എന്നുള്ളതല്ല, ജനവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്ത് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് തുടർന്ന് വരുന്ന ഈ സർക്കാരിനും അതൊരു പാഠമാണ്. അങ്ങനെ പാർട്ടിയുടെ ചട്ടുകമായി മാറി പാർട്ടി ഭരിക്കുന്ന പാർട്ടി പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതൊക്കെ പറയുന്നത് അതൊരു ജനാധിപത്യ സമൂഹത്തിന് ചേർന്ന പ്രവൃത്തിയല്ല. അതൊരു കാരണവശാലും UDFൻ്റെ ഭരിക്കുന്ന ഈ സംവിധാനത്തിന് കീഴിൽ അങ്ങനെ ഉണ്ടാകുകയില്ല, അത്തരത്തിലുണ്ടാകില്ല. ന്യായമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമം പറയുന്നത് പോലെ, നിയമം അനുശാസിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ് ശരിയായ തീരുമാനം. ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ എക്കാലത്തും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത്, ഇപ്പോൾ CPM ഇപ്പോൾ പ്രതിപക്ഷത്തല്ലേ, ഇടതുമുന്നണി പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഭരണപക്ഷത്തിരിക്കുമ്പോൾ എതിർ ശബ്ദങ്ങളെ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെ അസഹിഷ്ണുതയോടുകൂടി കാണുന്ന സമീപനം അവർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായി പ്രതികരിച്ചവരാണ് ഞങ്ങൾ. അപ്പോൾ എതിർ ശബ്ദങ്ങളെ അസഹിഷ്ണുതയോട് കൂടിയിട്ടല്ല കാണേണ്ടത്, അതിനകത്ത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ ഗവൺമെൻറ്റുകളുടെ ഏറ്റവും ഉചിതമായ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായില്ല. എതിർ ശബ്ദങ്ങളെ അസഹിഷ്ണുതയോട് കൂടിയിട്ടാണ് CPMഉം അതുപോലെ സർക്കാരും കണ്ടിരുന്നത്. അത് ഒരു ഭാഗത്ത് CPM പാർട്ടി കമ്മിറ്റികൾ നിയന്ത്രിക്കുന്ന പോലീസായി കേരളത്തിലെ പോലീസ് സേന മാറി. അതെന്തായാലും ഉണ്ടാകില്ല. അങ്ങനെ പ്രവർത്തിച്ച ആളുകൾക്കെതിരായി ഏതെല്ലാം തരങ്ങളിലാണ് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത്, അത് എത്രയധികം LDFൻ്റെ സർക്കാർ അത് മൂടിവെക്കാനും അത് ഇല്ലാതാക്കാനും ശ്രമിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പരാതി കൊടുത്ത് അതിനെതിരായി അന്വേഷണം നടത്തി കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരായി മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കുക എന്നുള്ളത് അതൊരു ഉചിതമായ കാര്യമാണ്. അത് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യും.